നമ്മൾ നമ്മുടെ ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് പോലെ എൻ്റെ സാധാരണ വീഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങളിപ്പം എൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത്? നിങ്ങൾ യൂട്യൂബിൽ മറ്റുള്ള ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ താജ്മഹലിൻ്റെ മുന്നിൽ നിന്നിട്ട് പറയുന്നത് പോലെ തോന്നിക്കുക, അല്ലെങ്കിൽ ലണ്ടൻ ടവറിൻ്റെ മുന്നിൽ നിന്നിട്ട് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടൽ തീരത്ത് നിന്ന് പറയുക, 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് പറയുക. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒറിജിനലായിട്ട് അവിടെ പോയി നിന്നിട്ട് എടുക്കുന്നതല്ല. അല്ലാതെ ഇതെങ്ങനെയാണ് നമ്മളുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതുവരെയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ വേണം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, ഒരു സ്ക്രീൻ പോലെയൊക്കെ. പക്ഷേ അത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങണം. ഇനി അതിനൊരു സാധ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, കടയിൽ പോയിട്ട് നല്ല പച്ച കളറിലുള്ള തുണി മേടിക്കുക. ഇതുപോലെ ഇതിപ്പോൾ ഒരു തുണി ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തുണി മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഇളം വാഴയിലയുടെ പച്ച കളറുണ്ടല്ലോ, ആ പച്ച കളറാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ കളറിനകത്ത് കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ട്. ഇതുപോലത്തെ എല്ലാം പക്ക പച്ച കളറിൽ ഷെയ്ഡുള്ള ആ ഒരു തുണി നിങ്ങൾ ഇതുപോലെ മേടിക്കുക. ഇങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ വലിച്ച് കെട്ടിയിട്ട് നമ്മൾ അതിന് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ മേടിച്ചിട്ട് അത് പക്കയായിരിക്കും, കറക്റ്റ് ഔട്ട്പുട്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് പക്ഷേ നല്ല വെളിച്ചം വേണം. നല്ല വെട്ടത്തിന് മുന്നിൽ നിന്നിട്ട് ഇതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുക. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് ലഭ്യമാണ്. ഇപ്പോൾ ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ആദ്യം കിടക്കുന്ന ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. പ്ലസ് കൊടുക്കുക, 16:9 എന്നുള്ള റേഷ്യോ എടുക്കുക, മീഡിയ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യേണ്ട പിക്ചറിനെ ആദ്യം ആഡ് ചെയ്യുക. ഈ ഒരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിക്ചർ എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, കോപ്പിറൈറ്റ് ഒന്നും കിട്ടുന്ന പിക്ചർ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ തന്നെ എവിടെ നിന്നെങ്കിലും ക്യാപ്ചർ ചെയ്ത പിക്ചർ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു പിക്ചറിനെ നമ്മുടെ ആ ഒരു വീഡിയോയുടെ ലെങ്തിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ വലിച്ചു നീട്ടാം. അതിനുശേഷം ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ മേളിൽ കാണുന്ന ഈ ഒരു കത്രികയുടെ ഇപ്പുറ കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഈ ഒരു ഈക്വൽ ടു എന്നുള്ളിടത്തൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു പിക്ചർ ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഈ രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തു. വീഡിയോയെ ആദ്യം അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള ഓപ്ഷനൊക്കെ കട്ട് ചെയ്ത് കളയുക. വീഡിയോ ആദ്യം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇമേജ് എന്തുമാത്രം വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള വീഡിയോ എടുക്കുക. ഇപ്പം ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ മുഴുവനായിട്ടും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. ഈ വരുന്ന ഓപ്ഷനകത്ത് ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഈ വീഡിയോയ്ക്ക് നമുക്കൊരു സൈസ് നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കൈയൊക്കെ അനങ്ങുന്നതനുസരിച്ചിട്ട് അതിന് ഉള്ള ഒരു സ്പേസ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്തോണം. അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. സൈസൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിനുശേഷം ഇത് എവിടെയാണ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയാണ് നമ്മുടെ ഈ ഒരു ഇമേജ് നിൽക്കേണ്ടത്, ഈ ഒരു വീഡിയോ എവിടെ നിന്നാണ് പറയേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് ചെയ്തതിന് ശേഷം ഈ താഴെയായിട്ട് ക്രോമാ കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഭാഗം പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന 2% ഉള്ള ആ ഒരു ഓപ്ഷനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആക്കുക. ഞാനിപ്പോൾ 32:64 എന്ന് കൊടുത്തപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി താഴെ ഡീറ്റെയിൽ കർവ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പക്കായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് മാറ്റുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഇമേജിനകത്ത് വരുന്ന മാറ്റങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു ലെവലിൽ നിങ്ങളത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ
പക്ക ഗ്രീൻ ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഉപയോഗിക്കുക. ഗ്രീൻ സ്ക്രീനാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, തുണി മേടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പക്ക നല്ല ഗ്രീൻ ആയിട്ടുള്ള, അകത്ത് യാതൊരു ഡിസൈനും ഇല്ലാത്ത ഗ്രീൻ ആയിട്ടുള്ള ആ ഒരു തുണി മേടിച്ചിട്ട് ചെയ്യുക. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ഈ വീഡിയോ ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൊടുത്ത ഇമേജ് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ട്. ഇനി ഈ വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഈ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് വേണ്ട റെസൊല്യൂഷൻ വെച്ചിട്ട് എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫയൽ മാനേജറിലേക്ക് വരിക, ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്ത് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുള്ളിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന മൂന്നാമത് കിടക്കുന്നതാണ് ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വീഡിയോയാണ് നമ്മളിപ്പം സെറ്റപ്പ് ചെയ്ത് എടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാം. കമൻറ്റ് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.